ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ് സുന്ദരിയേ വാ വെണ്ണിലാവേ വാ എന്ന ആൽബം പാട്ട്. കറുത്ത വട്ടപ്പൊട്ടും തൊട്ട് സൈക്കിളിൽ വന്നിറങ്ങിയ പോസ്റ്റ് വുമൺ സുന്ദരിയുടെ പ്രണയമാണ് ആ പാട്ടിൽ കണ്ടത്. സംഗീത ശിവൻ എന്ന നടിയും ഈ ആൽബത്തിലൂടെ ഹിറ്റായി. ആൽബം പാട്ടുകൾക്ക് പുറമെ അഭിനയത്തിലും ഡബ്ബിങ്ങിലും തിരക്കിലായിരുന്നു സംഗീത. എന്നാൽ അച്ഛന്റെ പെട്ടെന്നുള്ള മരണം സംഗീതയെ തകർത്തു. സിനിമയും അഭിനയവും ഡബ്ബിങ്ങും ഒന്നും വേണ്ടെന്ന് കരുതി വീട്ടിലിരിക്കുകയായിരുന്നു സംഗീത. വരുന്ന അവസരങ്ങളെല്ലാം വേണ്ടെന്ന് പറഞ്ഞു. ഈ അവസരത്തിലാണ് ഗീതു മോഹൻദാസിന്റെ ഫോൺ കോൾ വന്നത്. ഗീതു ആദ്യമായി സംവിധാനം ചെയ്യുന്ന കേൾക്കുന്നുണ്ടോ എന്ന ചിത്രത്തിലെ ഒരു വേഷത്തിന് വേണ്ടിയായിരുന്നു. അച്ഛന്റെ പെട്ടെന്നുള്ള മരണവും മാനസികാവസ്ഥയും സംഗീത ഗീതുവിനെ അറിയിച്ചു. അടുത്ത ദിവസം ഗീതു സംഗീതയുടെ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. സിനിമയിൽ അഭിനയിപ്പിച്ചു. വീണ്ടും സിനിമയിൽ തിരക്കായി. 2010 വിനുവുമായുള്ള വിവാഹത്തിന് ശേഷം വീണ്ടും ബ്രേക്ക് എടുത്തു. ദുബായിലേക്ക് പോയി. 2016 മകന്റെ ജനനത്തോടെ സംഗീതയും ഭർത്താവും നാട്ടിൽ സ്ഥിര താമസമാക്കി. ഇപ്പോൾ സീരിയലിലും മറ്റും തിരക്കിലാണ് സംഗീത. ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന നീലക്കുയിൽ, മഴവിൽ മനോരമയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന സ്ത്രീപദം എന്നീ സീരിയലുകളിലൊക്കെ നല്ല വേഷങ്ങളിൽ സുന്ദരിയെ വാ പെൺകുട്ടി അഭിനയിച്ചു തകർത്തിരുന്നു. പാട്ടിനോടുള്ള തന്റെ ഇഷ്ടം മനസ്സിലാക്കി അച്ഛനും അമ്മയും 5-ാം വയസ്സിൽ സംഗീതം അഭ്യസിക്കാൻ ചേർത്തു. അരങ്ങേറ്റം കഴിഞ്ഞ ശേഷം ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, കവിതാ പാരായണം എന്നിങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി. ഏലൂർ സെന്റ് ആൻഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. സ്കൂൾ തലത്തിൽ യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പാട്ടുകാരിയാകും എന്നാണ് അധ്യാപകരും വീട്ടുകാരും കരുതിയിരുന്നത്. 2003 മുതൽ TV പരിപാടികളിൽ അവതാരകയായി. അതു കണ്ടിട്ട് ഒരു പരസ്യം ഡബ്ബ് ചെയ്യാൻ വിളിച്ചു. ഡബ്ബിങ്ങിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെയാണ് അന്ന് ചെയ്തത്. ചുണ്ടനക്കം ശ്രദ്ധിക്കാതെ വെറുതെ ഡയലോഗ് പറയുകയായിരുന്നു. 500 രൂപയാണ് അന്ന് പ്രതിഫലം ലഭിച്ചത്. എറണാകുളത്ത് വാഴക്കാലയിലുള്ള മെട്രോ സ്റ്റുഡിയോയിലാണ് ആദ്യമായി ഡബ്ബ് ചെയ്തത്. മിന്നുകെട്ട് സീരിയലിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്ന അനിൽ ചേട്ടനാണ് ഡബ്ബിംഗ് രംഗത്തേക്ക് കൊണ്ടുവന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ സജിത് ചേട്ടനും ഭാര്യയും പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മത്സമ്മ ചേച്ചിയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തന്നെയാണ് സീരിയലിലേക്കുള്ള വരവ്. 1000-ലേറെ എപ്പിസോഡുകൾ പിന്നിട്ട മിന്നുകെട്ടായിരുന്നു ആദ്യ സീരിയൽ. പിന്നീട് കളിപ്പാട്ടങ്ങൾ, അനന്തം, മനപ്പൊരുത്തം, നിലവിളക്ക് എന്നീ സീരിയലുകളിൽ അഭിനയിച്ചു. തസ്കരവീരൻ എന്ന സിനിമയിലാണ് ആദ്യമായി ഡബ്ബ് ചെയ്തത്. തുടർന്ന് ചാന്തുമുട്ട, രാപ്പകൽ, കൃത്യം, ചിന്താമണിക്കൊലക്കേസ് തുടങ്ങി 200ഓളം സിനിമകൾക്ക് ഡബ്ബ് ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ ഒരു പാട്ടുരംഗത്താണ് ആദ്യമായി അഭിനയിക്കുന്നത്. ഉദയശങ്കരൻ സംവിധാനം ചെയ്ത ചെമ്പകമേ എന്ന ആൽബത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതാണ് ജീവിതത്തിലെ വഴിത്തിരിവ്. ഒരു പോസ്റ്റ് വുമണിന്റെ കഥാപാത്രമായിരുന്നു അതിൽ ചെയ്തത്. ഇന്നും ആളുകൾക്ക് ഓർത്തിരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആൽബമാണിത്. 2009 അച്ഛൻ മരിക്കുന്നത്. ഹൃദയാഘാതമായിരുന്നു. ആ അപ്രതീക്ഷിത വേർപാട് എന്നെ മാനസികമായി തളർത്തി. ഇനി അഭിനയവും ഡബ്ബിങ്ങും വേണ്ട എന്ന് തീരുമാനിച്ച് വീട്ടിൽ ഒതുങ്ങിക്കൂടി. ആ സമയത്ത് വന്ന അവസരങ്ങളെല്ലാം വേണ്ടെന്ന് വച്ചു. അപ്പോഴാണ് ഗീതു മോഹൻദാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന കേൾക്കുന്നുണ്ടോ എന്ന സിനിമയിൽ വിളിച്ചത്.